നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാരി പ്രീ പ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ട മെഷർമെന്റുകളെ കുറിച്ചാണ്. 3 മെഷർമെന്റ് ആണ് നമുക്ക് പ്രീ പ്ലീറ്റ് ചെയ്യാൻ വേണ്ട. മെഷർമെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ടേപ്പ് ആവശ്യമാണ്. സാരിയിൽ നേരിട്ട് മെഷർമെന്റ് ചെയ്യാം കേട്ടോ. പക്ഷേ സാരിയിൽ നേരിട്ട് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ടേപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണെന്നാണ് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഷോൾഡർ ടു പല്ലു ലെങ്ത് ആണ്. അപ്പോൾ ഷോൾഡർ ടു പല്ലു ലെങ്ത് എടുക്കുന്നതിന് വേണ്ടി ആദ്യം ടേപ്പ് ഷോൾഡറിൽ എവിടെയാണ് നമ്മൾ സാരി പിൻ ചെയ്യുന്നത് അവിടെ ടേപ്പ് വെച്ച് ലെങ്ത് എത്ര വേണം നോക്കുക. എത്രയാണോ ലെങ്ത്ത് അവിടെ നമ്മൾ പിടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആ മെഷർമെൻറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഷോൾഡർ ടു പല്ലു മെഷർമെൻറ്റ് എത്രയാണോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഷേപ്പാണ്. ഷേപ്പ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഷേപ്പ് മെഷർമെൻറ്റിൽ നമ്മൾ ഇവിടെ പിൻ ചെയ്ത ഫസ്റ്റ് നമ്മൾ ഷോൾഡറിൽ പിൻ ചെയ്ത ആ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ സാരിയുടെ ഷേപ്പ് എവിടെയാണോ വരുന്നത്, ഷേപ്പ് നമ്മൾ എവിടെയാണോ പിൻ ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ സാരി പിൻ ചെയ്യാറുള്ളത്. അത്ര വരെ നമ്മൾ മെഷർമെൻ്റ് എടുക്കുക, അളവെടുക്കുക. എന്നിട്ട് ആ അളവ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഷോൾഡറിൽ നിന്നും ഷേപ്പ് വരെയുള്ള അളവ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് ഷേപ്പ് മെഷർമെൻറ്റ് കിട്ടി. ഇനി മൂന്നാമത്തത് നമുക്ക് സെൻറ്റർ പ്ലേറ്റ് മെഷർമെൻ്റ് ആണ്. സെൻറ്റർ ഇവിടെ നമ്മൾ പ്ലീറ്റ് ചെയ്യുന്നില്ലേ അതിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടത് നമ്മൾ ആദ്യം സാരി എവിടെയാണോ ടെക്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെപ്പോഴും വലത് കാലിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ടേപ്പ് വെച്ച് ഒരു ചുറ്റി നമ്മുടെ ഇടത്തേ കാലിൻ്റെ സെൻട്രൽ ഭാഗം വരെ കൊണ്ടുവരിക. അങ്ങനെ കാലിൻ്റെ സെൻട്രൽ ഭാഗം വരെ എത്ര അളവാണ് കിട്ടിയത് അതും നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ 3 മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. 1 ഷോൾഡർ ടു പല്ലു, 2 ഷേപ്പ്, 3 സെൻട്രൽ പ്ലീറ്റ് മെഷർമെൻറ്റ്. ഈ 3 മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ അളവിന് കൃത്യമായിട്ട് നമുക്ക് പ്ലീറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പ്ലീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അയൺ ചെയ്ത് സെറ്റാക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ബോക്സ് ഫോൾഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഓരോ വീഡിയോയിലൂടെ പറയാം കേട്ടോ.